Hi children, welcome back to my channel Smart School Student. അപ്പോൾ 7th സ്റ്റാൻഡേർഡ് ആനുവൽ എക്സാമിനേഷൻ ഹിന്ദി 2025 നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വി ക്യാൻ ഡയറക്ട്ലി മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സൂചന ഖണ്ഡ് പഠേ ഓർ പ്രശ്നം കെ ഉത്തർ ലിഖേ. ഈ പാരഗ്രാഫ് പഠിക്കുക, എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുക. അനുക്കോ ഏക് സൈക്കിൾ ലേനി ഥി. അനുവിന് ഒരു സൈക്കിൾ വേണമായിരുന്നു. മാക്കോ തോ ഉസ്നെ മനാ ലിയ. അപ്പം എന്താണ്, അമ്മേനെ ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചെടുത്തു. पर पप्पा नहीं माने. പപ്പേനെ സമ്മതിപ്പിച്ചെടുക്കാൻ പറ്റിയില്ല. ഉനെ ലഗ്താ ഹെ കി അനു കാ ഹർ ആഗ്രഹ് പൂരാ ഹോത്താ രഹാ തോ വഹ് ബിഗഡ് ജായേഹി. അതായത് എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൾ ചീത്തയായി പോകുന്നവൾ പറയില്ലേ, അങ്ങനെ. പാപ്പ ഏക് ഗുല്ലക് ലായേ ഓർ ബോലെ പെഹലെ കുച്ച് പൈസ ജമാ കർ ലോ. പിഗ്ഗി ബാങ്ക് കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു അതിൽ ആദ്യം കുറച്ച് പൈസ ഇടാൻ. ഫിർ സൈക്കിൾ ലേ ലേന. എന്നിട്ട് സൈക്കിൾ വാങ്ങിച്ചോളൂ. ഗുല്ലക് ഏക് ഖൂബ്സൂരത് ഹാത്തി കെ ആകാർ കാ ഥ. ഇപ്പോൾ ഹാത്തിയുടെ, ആനയുടെ ഷേപ്പുള്ളതായിരുന്നു ആ പൈസ ഇടുന്ന ആ മണി ബോക്സ്. മനാലിയ സമ്മതിപ്പിച്ചു. ഗുല്ലക് എന്ന് പറഞ്ഞാൽ പണക്കൊടുക്ക. ബിഗഡ് ജായക ചീത്തയാകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗദ്യാംശ് കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഇത് വായിച്ചിട്ട് ഇതിൽ നിന്ന് കറക്റ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അനുനെ പപ്പാക്കോ മനാലിയ. അനു പപ്പയെ സമ്മതിപ്പിച്ചു. അനുനെ പപ്പ ഓർ മാ ദോനോംകോ മനാലിയ. രണ്ടുപേരെയും സമ്മതിപ്പിച്ചു. അനുനെ മാക്കോ മനാലിയ. അനു അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചു. അനുക്കെ പപ്പ ഓർ മാ ദോനോംകോ നഹി മനാ പായ. രണ്ടുപേരെയും സമ്മതിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ്, അനുനെ മാക്കോ മനാലിയ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പപ്പാക്കോ കിസ്കാ ഡർ ഥാ. പപ്പയ്ക്ക് എന്തിൻ്റെ പേടിയായിരുന്നു ഉണ്ടായിരുന്നത്? ഓപ്ഷൻ എ അനുക്കെ രോനേക്ക, കരയോന്നുള്ള ഭയം. അനുക്കെ നാരാസ് ഹോ ജാനേക്ക, ദേഷ്യപ്പെടുന്നുള്ള ഭയം. അനുക്കെ ബിഗഡ് ജാനേക്ക, അനു ചീത്തയായി പോകുന്നുള്ള ഭയം. അനുക്കെ ഝഗഡ്നാക്ക, അനു വഴക്കുണ്ടാക്കുന്നുള്ള പേടി. ഇപ്പോൾ ആൻസർ എന്ന് പറയുന്നത് അനുക്കെ ബിഗഡ് ജാനേക്ക, ചീത്തയായി പോകുന്നുള്ള പേടിയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അനു ക്യാ ചാഹത്തി ഥി ഓർ പപ്പ ക്യാ ലായി. അനു എന്താണ് ആഗ്രഹിച്ചത്, എന്നിട്ട് പപ്പ എന്താണ് കൊടുത്തത്? ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. അനു സൈക്കിൾ ചാഹത്തി ഥി, പപ്പ സൈക്കിൾ ലായി. സൈക്കിളായിരുന്നു വേണ്ടിയിരുന്നത്, സൈക്കിൾ കൊണ്ടുകൊടുത്തു. അനു ഗുല്ലക് ചാഹത്തി ഥി, പപ്പ സൈക്കിൾ ലായി. കുടുക്കിയായിരുന്നു, പണക്കുടുക്കിയായിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷെ പപ്പ സൈക്കിൾ കൊണ്ടുവന്നു. അനു സൈക്കിൾ ചാഹത്തി ഥി, പപ്പ ഗുല്ലക് ലായേ. സൈക്കിൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ പപ്പ കുടുക്ക കൊണ്ടുവന്നു. ഇനി ലാസ്റ്റ് ഓപ്ഷൻ അനു ഗുല്ലക് ചാഹത്തി ഥി, പപ്പ ഗുല്ലക് ലാഹേ. പണക്കുടുക്കയായിരുന്നു ആവശ്യപ്പെടുന്നത്, പണക്കുടുക്ക കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ദ ആൻസർ ഇതാണ് ഓപ്ഷൻ. അനു സൈക്കിൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ പപ്പ കൊണ്ടുകൊടുത്തത് ഒരു പണക്കുടുക്കയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗുല്ലക് കിസ്ക ആകാർ ഥ. ആ പണക്കുടുക്കയ്ക്ക് എന്തിൻ്റെ ഷേപ്പായിരുന്നു ഉണ്ടായിരുന്നത്? ജിറാഫ് കെ, ബന്ദർ കെ, ഭാലു കെ, ഹാത്തി കെ. ആനയുടെ ഷേപ്പല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈക്കിൾ ഖരീദനെ കെ ലിയെ പപ്പാനെ ക്യാ ഉപായ് ബതായ. സൈക്കിൾ വാങ്ങിക്കുവാനായിട്ട് എന്ത് വഴിയാണ്, സൂത്രപ്പണിയാണ് പറഞ്ഞു കൊടുത്തത്? ഫസ്റ്റ് ഓപ്ഷൻ ഗുല്ലക് മേ പൈസ ജമാ കർണേക്ക. അതായത് പണക്കുടുക്കയിൽ പൈസ നിക്ഷേപിക്കുക. മാസേ പൈസ മാങ്ങനേക്ക, അമ്മയോട് പൈസ വാങ്ങിക്കുക. ലോട്ടറി ലേനേക്ക, ഒരു ലോട്ടറി എടുക്കുക. ബാങ്ക് സേ ലോൺ ലേനേക്ക, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ, പണക്കുടുക്കയിൽ പണം നിക്ഷേപിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗതിവിധി 2 നോക്കാം. പ്രേം കെ സിവ ഓർ കുച്ച് നഹി. ഡയറി കാ അംശ് പഠേ ഓർ പ്രശ്നം കെ ഉത്തർ ലിഖേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ഭാവ്, ബീമാരി, ഗരീബി, दुख के बीच में साधारण लोगों ने अपने जीवन में थोड़ा थोड़ा प्रेम, थोड़ी थोड़ी आत्मीयता और मनुष्यता बचाकर रखी है. उन्हें देखते हुए सोचती हूँ कि धरती में प्रेम सबसे ताकतवर मूल्य है. यही इंसान के भीतर समर्पण ला सकता है. പറഞ്ഞിരിക്കുന്നത് ഒത്തിരി ബീമാരിയുണ്ട്, പല കാര്യങ്ങളും കിട്ടുന്നില്ല, പിന്നെ ദാരിദ്ര്യം, ദുഃഖം എല്ലാം ഉള്ള സാധാരണക്കാർ അവരുടെ ജീവിതത്തിൽ കുറച്ച് സ്നേഹവും കുറച്ച് ആത്മീയതയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവർ കാണുമ്പോൾ ഈ കവിത്രയ്ക്ക് തോന്നുന്നത് എന്താണ്? സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഒരു മൂല്യം എന്ന് തോന്നുന്നു. യഹി
ഇൻസാൻ കെ ഭീതർ സമർപ്പൺ ലാ സക്താ ഹെ. ഇത് മാത്രമാണ് മനുഷ്യരിൽ എന്താ ഒരു ഡെഡിക്കേഷൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഡെഡിക്കേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഈ ഒരു സ്നേഹത്തിന് മാത്രമെന്നാണ് കവിത്രി പറഞ്ഞു വയ്ക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്യാർ കെ ലിയെ ഖണ്ഡ് കെ പ്രയുക്ത ശബ്ദ് കോൺസാ ഹെ. സ്നേഹം എന്നുള്ളതിന് ഒരു പര്യായ പദം ആൻസർ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ പ്രേമാണ് അതിൻ്റെ ആൻസർ. संकेतों की सहायता से धरती में प्रेम सबसे ताकतवर मूल्य है विषय पर ഒരു ചെറിയ വിവരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിൽ സ്നേഹമാണ് ഏറ്റവും ശക്തിയിട്ടുള്ള ഒരു മൂല്യമെന്ന്. അപ്പോൾ തന്നിട്ടുള്ള സൂചനകൾ ഇതാണ്. പ്രേം സെ ലോകം കെ ബീച്ച് കാ സംബന്ധ് പഠന, അതായത് സ്നേഹം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നല്ലതായിരിക്കും. പ്രേം സെ മനുഷ്യതാ കാ ബച്ചാവ്, അത് സ്നേഹം കൊണ്ട് മനുഷ്യരെ തന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. പ്രേം സെ ദോസ്തി ബട്ന, ഈ ഇഷ്ടം കൊണ്ട് നമുക്ക് ഫ്രണ്ട്സിനുണ്ടാക്കാൻ പറ്റും, കൂട്ടുകാരെ. ഇതെല്ലാം എന്തായാലും ചേർക്കണം. ഇപ്പം നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെയും ഇതൊരു സെൻറ്റൻസ് ആയിട്ട് പ്രേം സെ ലോകോം കെ ബീച്ച് കാ സംബന്ധ് ബഠാ സക്താ ഹേ എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കുക. അപ്പം ആൻസർ നോക്കാം. പ്രേം സെ ലോകോം കെ ബീച്ച് കാ സംബന്ധ് ബഠാ ഹേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ആ സൂചനകൾ തന്നെയാണ് ഡയറക്റ്റ്ലി ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. जब हम एक दूसरे से प्रेम करते हैं तो हमारे रिश्ते और भी मजबूत हो जाते हैं. അതായത് നമ്മൾ എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മളുടെ ബന്ധങ്ങളും റിലേഷൻഷിപ്സൊക്കെ സ്ട്രോങ് ആവും. ഇനി നെക്സ്റ്റ് സൂചനയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രേം സെ ദോസ്തി ബട്തി ഹെ, അതായത് സ്നേഹം കൊണ്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കൂട്ടാൻ പറ്റും. और लोग एक दूसरे की मदद करने के लिए हमेशा तैयार रहते हैं. അപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ് എന്ത് ഹെൽപ്പ് ചോദിക്കണമെങ്കിൽ നമുക്ക് ചെയ്തു തരും. ഇനി പറഞ്ഞിരിക്കുന്നത് പ്രേം സെ മാനവതാ കാ ബച്ചാവ് ഹോത്താ ഹെ, ഒരു മാനവീയത, അതായത് സിമ്പതി എംപതിയൊക്കെ ഈ സ്നേഹം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അഗർ സഭി ലോഗ് പ്രേം ഓർ അപ്പനാപ്പൻ ബനായെ രഖേ, അതായത് എല്ലാ ആളുകളും, കൺക്ലൂഷനാണ് പറഞ്ഞ എല്ലാ ആളുകളും ഇതേപോലെ സ്നേഹത്തോടെയും എല്ലാവരും നമ്മുടെ ആൾക്കാരാണെന്നുള്ള ഒരു വിചാരം എപ്പോഴും വയ്ക്കുകയാണെങ്കിൽ ദുനിയ സെ ലോകത്തുനിന്ന് ദുഃഖ്, ലഡായി, ഝഗഡ, അതായത് ഈ തമ്മിലുള്ള അടി, ദുഃഖം കം ഹോ സക്തേ ഹേ, കുറയും. പ്രേം ഹമേ ഏകത ഓർ ശാന്തി കി ഓർ ലേ ജാത്താ ഹേ, അത് യൂണിറ്റി ും അതുപോലെ തന്നെ ശാന്തി എന്ന് പറഞ്ഞ സമാധാനത്തിനും വേണ്ടി നമ്മളെ നയിക്കുന്ന ഒരു ശക്തിയാണ് എന്ത് സ്നേഹം. ഗതിവിധി 3 നമുക്ക് നോക്കാം. സൂചന, ബാരിഷ് കെ ബാദ് കഹാനി കാ യഹ് അംശ് പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ഈ ബാരിഷ് കെ ബാദ് എന്നുള്ള നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. അത് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കണം. സോ പാരഗ്രാഫ് നമുക്ക് വായിച്ച് നോക്കാം. ഗുഡ്ലി अभी कीड़े को जाते हुए देख ही रही थी कि गुड्डू ने आवाज़ दी. അപ്പോൾ ഗുഡ്ലി എന്ത് ചെയ്യുമായിരുന്നു? ആ പ്രാണീനെ പുഴു പോണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗുഡ്ഡു ഒച്ച വെച്ചത്. എന്താണ് പറഞ്ഞത് ഗുഡ്ഡു? ദേ ഗുഡ്ലി ഗോകുൽ ഗയ്യ. അപ്പോൾ ഗോകുൽ ഗയ്യ എന്ന് പറഞ്ഞ ജീവിനെയാണ് അവരവിടെ കണ്ടത്. റെഡ് വെൽവെറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. കിതനി സുന്ദർ മഖ്മലി ലാൽ രംഗ് കി കീടി ഹോത്തി ഹേ. എത്ര ഭംഗിയുള്ള വെൽവറ്റും ആൻഡ് കളർ ഇസ് റെഡ് കളറിലുള്ള പ്രാണിയാണ് ഗോകുൽ ഗായ്. ബാരിഷ് കെ അലാവ ഓർ കിസി മൗസം മേ ദിഖ്തി ഹി നഹി ഹേ. ഈ മഴയുള്ള സമയങ്ങളിലല്ലാതെ വേറെ ഒരു സമയങ്ങളിലും ഇത് നമുക്ക് കാണാൻ പറ്റില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗോകുൽ ഗയ്യ കിസ് മൗസം മേ ദിഖ്തി ഹേ. ഗോകുൽ ഗയ്യനെ ഏത് മാസത്തിലാണ് ഏത് കാലാവസ്ഥയിലാണ് കാണുന്നത്? കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ബാരിഷ് കെ മൗസം മേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുഡ്ഡു ഓർ ഗുഡ്ലി ഗോകുൽ ഗയ്യ കോ ദേഖ്തേ ഹേ. രണ്ടുപേരും ഗോകുൽ ഗയ്യനെ കണ്ടു. വേ ഉസെ പക്കഡ് കർ സ്കൂൾ ലേ ജാനാ ചാഹത്തെ ഹേ. അവർക്ക് അതിനെ സ്കൂളിൽ കൊണ്ടുപോകണം. ദോനോം കെ ബീച്ച് കി ബാത്ചീത് ലിഖേ. രണ്ടുപേരുടെ ഇടയിലുള്ള കോൺവെർസേഷൻ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ ദ ആൻസർ. ഗുഡ്ഡു പറയുന്നു ദേ ഗുഡ്ലി ഗോകുൽ ഗയ്യ. ഗുഡ്ലി പറയാണ് വാ ബഹത് സുന്ദർ. അപ്പോൾ ഗുഡ്ഡു പറഞ്ഞു കിത്തനി സുന്ദർ
മഖ്മലി ലാൽ രംഗ് കി കീടി ഹോത്തി ഹേ. ഇത്രയും മനോഹരമാണ്. അത് കറക്റ്റായിട്ട് ആ പാരാഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് എടുത്തെഴുതാൻ പറ്റും. ഇപ്പോൾ ഗുഡ്ലി പറയുന്നു, ചലോ ഇസെ സ്കൂളിൽ ചലത്തെ ഹേ, നമുക്കത് സ്കൂളിൽ കൊണ്ടുപോവാം. ഗുഡ്ഡു, ഹാ മേ ഇസെ മാച്ചിസ് കി ഡിബ്ബി മേ രഖ് ലേത്താ ഹും. തീപ്പെട്ടിയുടെ അതിൻ്റെ ഉള്ളിൽ ഞാൻ വെക്കാം. ഗുഡ്ലി, ദോസ്തോം കോ ഭി ദിഖായെങ്കെ, നമുക്ക് സ്കൂളിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫ്രണ്ട്സിനെയും കാണിച്ചു കൊടുക്കാം. അപ്പോൾ ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ ഗതിവിധി 4 നമുക്ക് നോക്കാം. സൂചന തന്നിട്ടുണ്ട്, ഹാത്യോം കി രഹ് ഗുസർ ആധാർ പർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ പിക്ചറിൽ തന്നെ പല ആൻസറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, ചിത്രോം കെ ആധാർ പർ വാക്യോം കോ ക്രമബദ്ധ് കരേ. ഈ പിക്ചർ നോക്കിയിട്ട് ഇത് കൃത്യമായിട്ട് ഓർഡർ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തതാണ്, ഛോട്ടാ ബച്ച ഡിവൈഡർ പാർ കർനെ മേ അസമർത്ഥ് ഹോത്താ ഹേ. അതായത് ചെറിയ കുട്ടി ഡിവൈഡർ ക്രോസ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഹാത്തിനി ഓർ ഉസ്കാ ബഡാ ബച്ച ആസാനി സേ ഡിവൈഡർ പാർ കർത്തേ ഹേ. ഹാത്തിനിയും ആളുടെ വലിയ കുട്ടിയും പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഡിവൈഡർ ക്രോസ് ചെയ്തു. ഹാത്തിനെ അപ്പനെ ദോനോ ബച്ചോം കെ സാത്ത് സഡക് പാർ കർ രഹി ഹെ. 2 കുട്ടികളെ കൊണ്ട് റോഡ് ക്രോസ് ചെയ്യുകയാണ്. ഹാത്തിനി ഡിവൈഡർ പാർ കർനെ മേ ഛോട്ടെ ബച്ചെ കോ സഹായത കർത്തി ഹെ. ഇളയ കുട്ടിയെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഒന്നാമത്തേത് ഇങ്ങനെ ഫസ്റ്റ് പോയിന്റ് ഇതായിട്ട് എഴുതണം. ഹാത്തിനി അപ്പനി ദോനോ ബച്ചോം കെ സാത്ത്, 2 പേരെയും കൂടി റോഡ് ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഉസ്ക ബഡാ ബച്ച പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്തു. പിന്നെ തേർഡ്, ചെറിയ കുട്ടിക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ദ 4th പോയിന്റ് ഇസ് ദിസ്, ദാറ്റ് ഈസ് ഡിവൈഡർ ക്രോസ് ചെയ്യാനായിട്ട് അമ്മ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസറായിട്ട് എഴുതേണ്ടത്. ഇപ്പോൾ 1, 2, 3, 4 ഈ ഓർഡറിൽ വേണം, കറക്റ്റ് ഓർഡറിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്. യഹാം ബच्चे के प्रति हाथिनी का कौन सा मनोभाव प्रकट होता है. ഇവിടെ അമ്മയ്ക്ക് പിടിയാനയ്ക്ക് കുട്ടിയോടുള്ള എന്ത് മനോഭാവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഓപ്ഷൻ എ ഉത്സാഹ കാ, ഖുഷി കാ, പ്യാർ കാ, ആശാ കാ. ഓഫ് കോഴ്സ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്നേഹമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഗതിവിധി 5 നോക്കാം. സൂചന, ജന്നത്ത് കെ ബच्चे ഫിल्मी लेख यह अंश പഠേ और പ്രശ്നോം കെ ഉത്തർ ലിഖേ. ഈ ബच्चे നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനെ പറ്റിയിട്ടുള്ള ഒരു പാരഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചിട്ട് ആൻസേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിലിം കാ നാം ഹേ ചിൽഡ്രൻ ഓഫ് ഹെവൻ यानी जन्नत के बच्चे. यह एक ईरानी फिल्म है. इस फिल्म के मुख्य किरदार है अली और जहरा नाम के 2 बच्चे. അപ്പോൾ ഇതൊരു ഇറാനി ഫിലിമാണ്. ഇതിൽ മെയിനായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത് ആരുടെ കഥയാണത്? അലി ഓർ സെഹ്റ അങ്ങനെ കഥയാണത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിൽഡ്രൻ ഓഫ് ഹെവൻ കഹാ की फिल्म है? ഭാരത് की, ഇറാൻ की, ജപ്പാൻ की, ചീൻ की. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഇറാൻ ഫിലിമാണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, आपके स्कूल में सुरेली हिंदी मंच के नेतृत्व में चिल्ड्रन ऑफ हेवन का प्रदर्शन होने वाला है. इसकी सूचना देने के लिए ഉദ്ഘോഷണ തയ്യാർ കരേ. അതായത് നിങ്ങളുടെ സ്കൂളിൽ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ചിൽഡ്രൻ ഓഫ് ഹെവൻ്റെ പ്രദർശനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു അനൗൺസ്മെൻറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. നമുക്കിങ്ങനെ എഴുതാം, प्यारे बच्चों, हमारे स्कूल में चिल्ड्रन ऑफ हेवन नाम की फिल्म दिखाई जाएगी. അപ്പോൾ ഫിലിം കാണിക്കാൻ പോകുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ये एक ईरानी फिल्म है जिसमें अली और जहरा नाम के 2 बच्चों की कहानी है. ഇതൊരു ഇറാനി ഫിലിമാണ്. അതിൽ അലിയുടെയും സെഹ്റയുടെയും സ്റ്റോറിയാണ് അതിൽ പറയുന്നത്. ये फिल्म हमें सिखाती है कि, ഈ ഫിലിം നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്? मेहनत और प्यार से हर मुश्किल आसान हो सकती है. സ്നേഹം കൊണ്ടും അതുപോലെ അധ്വാനം കൊണ്ടും ഏത് ഡിഫിക്കൽട്ട് ടാസ്കും എളുപ്പമാക്കാൻ പറ്റും. സഭി ബच्चे ഇസെ ജറൂർ ദേഖേ. എല്ലാവരും ഇത് കാണുക. ധന്യവാദ്, നന്ദി. ലാസ്റ്റ് പ്രവർത്തനമാണ് ഗതിവിധി 6. സൂചന,
साफ सफाई में उज्जवल गांव लेख का एक अंश पढ़े और प्रश्नों के उत्तर लिखें. ഈ സ്വച്ഛ് നിങ്ങൾ പഠിച്ചിട്ടുള്ള സാഫ് സഫായി മേ ഉജ്ജൽ ഗാവ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. ആ മൂന്നാല് ലൈൻസ് വായിച്ച് നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. यहाँ लोग अपने घर से निकलने वाले कूड़े कचरे को भी डस्टबिन में जमा करते हैं. ഇവിടെ ആളുകൾ എന്താണ് ചെയ്യുന്നത്? വീട്ടിൽ നിന്ന് വരുന്ന എല്ലാ വേസ്റ്റുകളും കൂടെ കച്ചറെ വേസ്റ്റ് ഡസ്റ്റ്ബിന്നിൽ വേസ്റ്റ് ബാസ്ക്കറ്റിലാണ് ഇടുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഓർ ഫിർ ഉസേ ഏക് ജഗ ഇക്കട്ട കർ, അതായത് ഒരു സ്ഥലത്ത് ശേഖരിച്ച് വെച്ചിട്ട് ഖേത്തി കേലിയെ ഖാദ് കി തരഹ്, കൃഷിക്ക് വേണ്ടിയിട്ട് ഖാദ് കി തരഹ് വളമായിട്ട് ഇസ്തമാൽ കർത്തേ ഹേ, ഉപയോഗിക്കുന്നു. ഇതാണ് ആ പാരഗ്രാഫ്. ഇനി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. क्वेश्चन मावलिनो के लोग कूड़े कचरे इकट्ठा कर किसके लिए इस्तेमाल करते हैं? അതായത് വേസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇവിടെ ഓപ്ഷൻ കൊടുത്തത് ഖേത്തി കേലിയെ, പക്കാനെ കേലിയെ, ഫുഡ് ഉണ്ടാക്കുന്നതിനാണോ? അല്ല. ജലാനെ കേലിയെ, കത്തിക്കുന്നതിനാണോ? ബഹാനെ കേലിയെ, ഇതിനൊന്നുമല്ല. ആൻസർ ഇസ് കൃഷിക്ക് വേണ്ടി, ഖേത്തി കേലിയെ. ഇപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്വസ്ഥ രഹനെ കേലിയെ पर्यावरण को साफ रखना है. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മളുടെ അന്തരീക്ഷ എൻവയോൺമെൻറ്റ് നമ്മൾ ക്ലീൻ ആക്കി വെക്കണം. യഹ് സന്ദേശ് ദേനെ വാലെ എക് പോസ്റ്റർ തയ്യാർ കരെ, ഇതിനായിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആൻസർ നോക്കാം. നിങ്ങളുടെ സ്കെച്ച് പാൻ ഉണ്ടാവും, കാരണം പോസ്റ്റർ ഡിസൈനിങ് എന്തായാലും ഉറപ്പായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് 4ആയിട്ടാണ് പാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ സ്കെച്ച് പാനെ കൊണ്ട് സെൻറ്ററിൽ ഒരു ഇന്ത്യയുടെ പിക്ചർ വരയ്ക്കുക. ദെൻ ഒരു ചൂലും അതുപോലെ തന്നെ ഡസ്റ്റ്ബിൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വേസ്റ്റ് ഇടുന്നതായിട്ട് കാണിക്കുക. സ്വച്ഛ് ഭാരത് മുകളിൽ എഴുതുക. ക്ലീൻ ആയിട്ടുള്ള ഇന്ത്യ എന്നാണ് അർത്ഥം. ഓർ പേഡ് ലഗായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ചെടികൾ നമ്മൾ വെച്ച് പിടിപ്പിക്കണം. കട്ട് ചെയ്തിരുന്ന് കാണിക്കുന്നതാണ് ടോപ്പിൽ കാണിച്ചിരിക്കുന്നത്. ദെൻ ഗാന്ധിജിയുടെ ഒരു കണ്ണടയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെയും സ്വച്ഛ് ഭാരത് എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ ഡസ്റ്റ്ബിന്നിൽ വേസ്റ്റ് ഇടരുത് എന്ന് കാണിക്കുന്നതാണ് ഏറ്റവും ലാസ്റ്റത്തെ 4ാമതായിട്ട് കൊടുത്തിരിക്കുന്ന പിക്ചർ. അതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ് വെച്ചിട്ട് പാടില്ല എന്നുള്ള സിമ്പിളാണ് ഇത് എൻ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു സാമ്പിൾ. അപ്പോൾ പ്ലാസ്റ്റിക് ക ഉപയോഗ് ന കരെ എന്നും കൂടി അതിൽ എഴുതിയാൽ വളരെ നല്ലതായിരിക്കും.